Hello friends, Technique Malayalamത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഷവോമിന്റെ ഒരു ടാബ്ലറ്റ് ആണ് Xiaomi Pad 5. അപ്പോൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് Xiaomi അവരൊരു ടാബ്ലറ്റ് ഇന്ത്യയിൽ ഇറക്കുന്നത്. എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇറക്കിയ ടാബ്ലറ്റ് Xiaomi Mi Pad 7.9 inches അത് അറൗണ്ട് 2015 ഇറക്കിയത്. അതിനുശേഷം ഇതുവരെ ടാബ്ലറ്റ് ഇറക്കിയിട്ടായിരുന്നു. അപ്പോൾ ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം Xiaomi ഇറക്കിയ ടാബ്ലറ്റ് ആണ് Xiaomi Pad 5. അപ്പോൾ ഇത് പ്രൈസിങ് നമ്മൾ അൺബോക്സിംഗ് വീഡിയോ ചെയ്യുന്ന സമയത്ത് പ്രൈസ് അനൗൺസ് ചെയ്തില്ല, എങ്കിലും നല്ലൊരു കോമ്പറ്റീറ്റീവ് പ്രൈസിംഗ് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഒരു 11-inch ഡിസ്പ്ലേന് 2.5K ഡിസ്പ്ലേന് ക്വാൾകോമിന്റെ സ്നാപ്ഡ്രാഗൺ 860 ഒക്ടോകോർ പ്രോസസ്സറാണ്. അതേപോലെ നല്ലൊരു എക്സ്പീരിയൻസും കിട്ടുന്ന ഒരു ടാബ്ലറ്റ് ആണ്. 11-inch ഡിസ്പ്ലേന് 10-bit പാനലാണ്. അതേപോലെ HDR10 ഉണ്ട്, ഡോൾബി വിഷൻ ഉണ്ട്, ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ഉണ്ട്, 8700 mAh കപ്പാസിറ്റി ബാറ്ററി ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ എല്ലാം കൊണ്ടും തന്നെ നല്ലൊരു പവർ പാക്ക് ഡിവൈസ് ആണ്. അപ്പോൾ ഇതിന്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ആദ്യം തന്നെ നമ്മൾ അൺബോക്സ് ചെയ്യും, അത് കഴിഞ്ഞ് ഇതിന്റെ ക്യാമറ സാമ്പിൾസും ബാക്കി എല്ലാ ഫീച്ചേഴ്സും തന്നെ പറയുന്നതാണ്. അപ്പോൾ അൺബോക്സിങ്ങിന് മുമ്പായിട്ട് ഈ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതേപോലെ തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് Xiaomi Pad 5 അൺബോക്സിങ്ങിലേക്ക് കടക്കാം. അപ്പോൾ നമുക്ക് ഷവോമിൻ്റെ ഏറ്റവും പുതിയ ടാബ്ലറ്റായ Xiaomi Pad 5 അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. ഇതാണ് ബോക്സ് പാക്കേജ്. അപ്പോൾ ഇവിടെ തന്നെ എഴുതി കാണാം Xiaomi Pad 5 2.5K റെസൊല്യൂഷൻ ഡിസ്പ്ലേന് 120 Hz റിഫ്രഷ് റേറ്റാണ്, ഡോൾബി വിഷൻ, അതേപോലെ തന്നെ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ട് ഉണ്ട്. ഡോൾബി വിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നെറ്റ്ഫ്ലിക്സിലെല്ലാം മൂവീസ് എല്ലാം ഡോൾബി വിഷനിൽ കാണാൻ സാധിക്കും. അതാണ് ഡോൾബി വിഷൻ സപ്പോർട്ട് ഇതിനകത്തുണ്ട്. അതേപോലെ ഡോൾബി അറ്റ്മോസ് അടിപൊളി സൗണ്ട് എക്സ്പീരിയൻസിനായി ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. ഇനി ബോക്സിൻ്റെ ബാക്കിൽ എന്താ എഴുതിയിരിക്കുന്നത് നോക്കാം. 2.5K ഡിസ്പ്ലേ, അതായത് നല്ലൊരു ക്വാളിറ്റി റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. 1080p റെസൊല്യൂഷനും അല്ല, 2K ഡിസ്പ്ലേ അല്ല, 2.5K റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. അതേപോലെ തന്നെ ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 860 ഒക്ടോകോർ പ്രോസസ്സറാണ്. ഈ പ്രോസസ്സർ നമുക്ക് വളരെ പരിചയമുള്ളൊരു പ്രോസസ്സറാണ്. പോക്കോൻ്റെ X2 Proയിൽ ഉണ്ടായിരുന്ന ആ ഒരു പ്രോസസ്സറാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇൻഫാക്ട് പോക്കോ X3 Pro ആണ്, X2 Pro അല്ല. വളരെ പവർഫുൾ പ്രോസസ്സറാണ്. പിന്നെ ഡോൾബി അറ്റ്മോസ് ഇമേഴ്സീവ് ക്വാഡ് സ്പീക്കർ, 4 സ്പീക്കറാണ്. അപ്പോൾ എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിന് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് തീർച്ചയായിട്ടും കിട്ടുന്നത്. 8720 mAh ഹൈ കപ്പാസിറ്റി ബാറ്ററി, 33 watt ചാർജിങ്ങും സപ്പോർട്ടഡ് ആണ്. അതേപോലെ ഇതൊരു സ്മാർട്ട് പെൻ ഇൻക്ലൂഡഡ് ആണ്, സോൾഡ് സെപ്പറേറ്റ്ലി ആണ്. നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി പറയാം, നമുക്കത് കിട്ടിയിട്ടില്ല. ഷവോമി പിന്നീട് അയച്ചു തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ തന്നെ ഒരു കീബോർഡും കൂടിയുണ്ട്. കീബോർഡും പെന്നും ഇതിൻ്റെ കൂടെ ബണ്ടിൽഡ് അല്ല, അതൊരു സെപ്പറേറ്റ് ആക്സസറി ആയിട്ടാണ് വരുന്നത്. അപ്പോൾ പ്രൈസിങ് അല്ലെങ്കിൽ കൂടും. അതുമാത്രമല്ല എല്ലാവരും പെൻ ഇൻക്ലൂഡ് ചെയ്ത് ആ പ്രൈസിങ് എല്ലാവർക്കും തന്നെ എഫക്റ്റ് ആവുന്നതുകൊണ്ട് അവരതൊരു ആക്സസറി ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. പെന്നും കീബോർഡും ആക്സസറിയാണ്. സെപ്പറേറ്റ് നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി പറയുന്നതാണ്. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് 6GB റാമും 256GB സ്റ്റോറേജുമാണ്. അപ്പോൾ രണ്ട് വേരിയൻ്റാണ് വരുന്നത്, 6GB റാമും 128GB സ്റ്റോറേജും, അതേപോലെ 6GB റാമും 256GB സ്റ്റോറേജുമാണ് വരുന്നത്. രണ്ട് വേരിയൻ്റാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ബോക്സ് ഒന്ന് തുറക്കാം. ബോക്സ് തുറക്കുമ്പോൾ തന്നെ നമുക്ക് മുകളിൽ ടാബ്ലറ്റ് ആണ് കാണുന്നത്. വീണ്ടും തന്നെ എല്ലാ ഡീറ്റെയിൽസും ഇവിടെ എഴുതിയിട്ട് ഞാൻ വീണ്ടും വായിക്കുന്നില്ല. അപ്പോൾ പുറത്തേക്ക് എടുക്കാം, ടാബ്ലറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി എന്തൊക്കെ ബോക്സിനകത്ത് വരുന്ന നോക്കാം. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു മാനുവൽ മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് ആക്ച്വലി വൈഫൈ മാത്രമേ ഉള്ളൂ, സിം സ്ലോട്ട് ഇല്ല. അത് കാരണം ഞാൻ സിമ്മിൻ്റെ കാര്യം പറയേണ്ട ആവശ്യമില്ല. സിം കാർഡ് സ്ലോട്ട് ആക്ച്വലി ഇല്ല ഇതിനകത്ത്. അപ്പോൾ ഡിസൈൻ ആസ്പെക്റ്റിലേക്ക് ഞാൻ വരാം. പിന്നെ ബാക്കി എന്താ നമുക്ക് ബോക്സിനകത്ത് എന്താണെന്നും കൂടി നോക്കാം. ഇവിടെ നമുക്ക് വേറൊരു ബോക്സാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് ചാർജർ ആവാനാണ് ചാൻസ്. അതെ, ചാർജറാണ് കൊടുത്തിരിക്കുന്നത്. 22.5 watt അഡാപ്റ്ററാണ് വരുത്തിയിരിക്കുന്നത്. 33 watt ചാർജിങ് സപ്പോർട്ട് ഉണ്ടെങ്കിലും 22.5 അഡാപ്റ്ററേ വരുന്നുള്ളൂ. പിന്നെ ഒരു USB Type-C ചാർജിങ് കേബിളാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ബോക്സിനകത്ത് വരുന്നത്. ഇനി നമുക്ക് ടാബ്ലറ്റ് ഒന്ന് ബൂട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ Xiaomi Pad 5 ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു 11-inch ഡിസ്പ്ലേ ആണ്. ഇത് വളരെ മികച്ചൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് 1 billion കളേഴ്സാണ് ഓഫർ ചെയ്യുന്നത്. HDR10 സപ്പോർട്ട് ഉണ്ട്, അതേപോലെ ഡോൾബി വിഷൻ സപ്പോർട്ട് ഉണ്ട്. 2.5K ഡിസ്പ്ലേ ആണ് ഓഫർ ചെയ്തിരിക്കുന്നത്. നല്ലൊരു ടച്ച് റെസ്പോൺസ് ആണ് നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ ഓവറോൾ എക്സ്പീരിയൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഡിസ്പ്ലേ ക്വാളിറ്റി നല്ലതായിട്ട് എനിക്ക് തോന്നി. നല്ല വ്യൂയിങ് ആംഗിൾസ്, 120 Hz റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേ ഇങ്ങനെ ടിൽറ്റ് ചെയ്യാം, നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ടിൽറ്റ് ചെയ്യാവുന്നതാണ്. 11-inch ഡിസ്പ്ലേ ആയതുകൊണ്ട് നല്ലൊരു മൾട്ടിമീഡിയ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. ബെസൽസ് ആണെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഹാർഡ്വെയറെ കുറിച്ച് പറയാം. താഴെ ഈ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് 2 സ്പീക്കറാണ് വരുന്നത്. ഇവിടെയും നമുക്ക് 2 സ്പീക്കറാണ് വരുന്നത്. താഴത്ത് USB Type-C പോർട്ടാണ് വരുന്നത്. മോൾ ഭാഗത്ത് നമുക്ക് ഇവിടെ ഒരു വോളിയം കീസാണ് വരുന്നത്. പിന്നെ ഇവിടെ നമുക്കൊരു ചെറിയൊരു ഇത് കാണാം. ഇതെന്താ വെച്ചാൽ നമ്മുടെ
പെന്ന് ഷോമീൻ്റെ സ്മാർട്ട് പെൻ അറ്റാച്ച് ചെയ്യാനുള്ള പൊസിഷനാണ്. ഈ പൊസിഷനിലൂടെ വയർലെസ്ലി പെന്ന് ചാർജും ചെയ്യാൻ സാധിക്കും. വളരെ നല്ലൊരു ഫീച്ചറാണ്. പിന്നെ ഇവിടെ നമുക്ക് പവർ ബട്ടനാണ് വരുന്നത് മുകൾ ഭാഗത്ത്. താഴത്ത് വേറെ ഓപ്പണിങ്സോ സ്ലോട്ട്സോ ഒന്നുമില്ല. പിന്നെ താഴത്തെ ഭാഗത്ത് ഓപ്പോസിറ്റ് സൈഡിൽ കീബോർഡ് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു പോയിന്റ് കൂടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത്രയാണ് ഹാർഡ്വെയർ ആസ്പെക്ട്. ഇനി ബാക്ക് പാനലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിവിടെ 13 മെഗാ പിക്സൽ ക്യാമറയാണ് വരുന്നത്. ഇവിടെ എഴുതി കാണാം 13 മെഗാ പിക്സൽ ഡ്യുവൽ ക്യാമറ അല്ല, സിംഗിൾ ക്യാമറയാണ്, AI ക്യാമറയാണ്. അതേപോലെ ഫ്രണ്ടിൽ നമുക്കൊരു 5 മെഗാ പിക്സൽ ക്യാമറയാണ്, 5 അല്ല 8 മെഗാ പിക്സൽ ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ബാക്ക് പാനൽ ആക്ച്വലി പ്ലാസ്റ്റിക് മെറ്റീരിയലാണ്, ഷോമി ബ്രാൻഡിങ് ആണ്. പക്ഷേ ഫ്രെയിം മെറ്റലാണ്. ഈ ഫ്രെയിം മെറ്റലാണ്, ബാക്ക് പാനലിൽ പ്ലാസ്റ്റിക് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ആണ്, നല്ല സോളിഡ് ഫിനിഷാണ് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ സാധിക്കും. നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ക്വാളിറ്റിയും നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കും ഷോമി പാഡ് 5-ൽ. ഇനി നമുക്കിതിൻ്റെ ഡിസ്പ്ലേയും ബാക്കി ആസ്പെക്ട്സിലേക്കും കിടക്കാം. അപ്പോൾ ഡിസ്പ്ലേ ഞാൻ പറഞ്ഞു വളരെ മികച്ച ഒരു എക്സ്പീരിയൻസ് ആണ് കാഴ്ചവെക്കുന്നത്. അപ്പോൾ കളേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് മൂവീസ് വാച്ച് ചെയ്യുകയാണെങ്കിലും എല്ലാത്തിനും നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, മികച്ച രീതിയിലുള്ള ഒരു ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. HDR10 സപ്പോർട്ടും ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഓവറോൾ ഒരു മൾട്ടിമീഡിയ ഡിവൈസായിട്ട് വളരെ മികച്ച ഒരു എക്സ്പീരിയൻസ് ആണ് ഇത് തരുന്നത്. നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. ഇവിടെ നമുക്ക് കിട്ടുന്നത് MIUI 13 ആണ്, ഗ്ലോബൽ വേർഷനാണ് വരുന്നത്. ഇത് ടാബ്ലറ്റിന് ഒപ്റ്റിമൈസ്ഡ് ആയ ഒരു MIUI ആണ്. നിങ്ങൾക്ക് കാണാം 2 പാനലിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ മെയിൻ ഓപ്ഷൻസും അതേപോലെ നമുക്ക് സൈഡിൽ അഡീഷണൽ ഓപ്ഷൻസ് കാണാം. അപ്പോൾ ഡിസ്പ്ലേയിൽ നമുക്ക് പോയി കഴിഞ്ഞാൽ ഇത് കാണാം 120 Hz റിഫ്രഷ് റേറ്റ് ഉണ്ടല്ലേ, അത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. 120 Hz റിഫ്രഷ് റേറ്റ്. അതേപോലെ കളർ സ്കീംസ് നമുക്ക് ചേഞ്ച് ചെയ്യാം. വിവിഡ്, സാച്ചുറേറ്റഡ്, സ്റ്റാൻഡേർഡ് അങ്ങനത്തെ ഓപ്ഷൻസ് ഉണ്ട്. ബ്രൈറ്റ്നസ് ലെവൽസ്, ഡാർക്ക് മോഡ് ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഡാർക്ക് മോഡ് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു ഡാർക്ക് എക്സ്പീരിയൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. നല്ലൊരു ക്വാളിറ്റി ഡിസ്പ്ലേ ആയതുകൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. പിന്നെ നമുക്ക് റെഗുലർ MIUIയിൽ വരുന്ന ഓപ്ഷൻസ് എല്ലാം തന്നെ കാണാം. പിന്നെ സ്റ്റൈലസ് ആൻഡ് കീബോർഡ്, ഇതിന് 2 അഡീഷണൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അറ്റാച്ച് ചെയ്താൽ മാത്രമേ ഇത് ഫംഗ്ഷൻ വരുള്ളൂ. സ്ക്രീൻഷോട്ട് എടുക്കാനും അതേപോലെ എഴുതാനുള്ള ഓപ്ഷൻസ് എല്ലാം തന്നെ നമുക്ക് ഇവിടെ അഡീഷണൽ ഉണ്ട്. അത് അറ്റാച്ച് ചെയ്യുമ്പോൾ ഈ ഓപ്ഷൻസ് വരും. പിന്നെ സ്പെഷ്യൽ ഫീച്ചേഴ്സായി ഗെയിം ടർബോ, വീഡിയോ ടൂൾ ബോക്സ്, ഫ്ലോട്ടിംഗ് വിൻഡോ, സെക്കൻഡ് സ്പേസ് അങ്ങനത്തെ ഓപ്ഷൻസ് എല്ലാം തന്നെ കാണാം. അപ്പോൾ ഇതൊരു ടാബ്ലറ്റിന് വേണ്ടി ഒപ്റ്റിമൈസ്ഡ് ആയ ഒരു UI ആണ്. നിങ്ങൾക്ക് കണ്ടില്ലേ, 2 സൈഡ് നമുക്ക് നോട്ടിഫിക്കേഷൻ ടോഗിളൊക്കെ വലിക്കാവുന്നതാണ്. പിന്നെ മൾട്ടി ടാസ്കിങ് കണ്ടില്ലേ, നമുക്കിങ്ങനെ മൾട്ടി ടാസ്കിങ് ചെയ്യാവുന്നതാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ കിട്ടുന്നത്. കണ്ടില്ലേ, നല്ലൊരു എക്സ്പീരിയൻസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് മൾട്ടി ടാസ്കിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിൽ. ഇനി ഇത് പവർ ചെയ്യുന്നത് സ്നാപ്ഡ്രാഗണിൻ്റെ 860 ഒക്ടോകോ പ്രോസസ്സറാണ്. വളരെ പവർഫുൾ ആയ ഒരു പ്രോസസ്സറാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഗെയിമിംഗ് എക്സ്പീരിയൻസ് കൂടി ഒന്ന് കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, നമ്മൾ PUBG ഗെയിമാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ PUBGൻ്റെ ഗ്രാഫിക് ക്വാളിറ്റി ഒന്ന് ഞാൻ കാണിച്ചു തരാം. സെറ്റിങ്സ് പോയി കഴിഞ്ഞാൽ ഗ്രാഫിക്സ് കണ്ടില്ലേ, അൾട്രാ HD ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നല്ല ഒരു ഗെയിമിംഗ് ഡിവൈസാണെന്ന് കൂടി പറയാം. ടാബ്ലറ്റിൽ ഗെയിമിംഗ് ചെയ്യാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് നല്ലൊരു ഹൈ ഗ്രാഫിക് ക്വാളിറ്റി ഓപ്ഷൻ ഉണ്ട്. സ്മൂത്ത് എക്സ്ട്രീം അല്ലെങ്കിൽ അൾട്രാ HD ഓപ്ഷനും കൂടി ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. UHD ഇൻക്ലൂഡഡ് അല്ല. അപ്പോൾ ഇത്രയും ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നല്ലൊരു ഗെയിമിംഗ് ഡിവൈസാണെന്ന് കൂടി നമുക്ക് ഇതിന് പറയാൻ സാധിക്കും. അപ്പോൾ ഓവറോൾ പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിലും ഡിസ്പ്ലേയുടെ കാര്യത്തിലാണെങ്കിലും സോഫ്റ്റ്വെയറിൻ്റെ കാര്യത്തിലാണെങ്കിലും ടോപ്പ് ആൻഡ് ഹാർഡ്വെയർ ആണ് കൊടുത്തിരിക്കുന്നത്. Android 11 ഉള്ളൂ എന്നുള്ളൊരു പോരായ്മയേ ഉള്ളൂ. Android 12 കൊടുക്കാമായിരുന്നു. നമ്മൾ ഇവിടെ കണ്ടില്ലേ, ആൻഡ്രോയിഡ് വേർഷൻ Android 11 തന്നെയുള്ളൂ, 12 ഇല്ല. അത് മാത്രമേ ഒരു പോരായ്മയായിട്ട് പറയാവുന്നുള്ളൂ. നമ്മുടെ ഇനീഷ്യൽ ഇംപ്രഷൻസിൽ നമ്മൾ ഡീറ്റെയിൽ ടെസ്റ്റ് ചെയ്താലേ നമുക്ക് ഇതിനെക്കുറിച്ച് പറയാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് ബാറ്ററി നല്ലൊരു ഹൈ കപ്പാസിറ്റി ബാറ്ററിയാണ്. 8720 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് തീർച്ചയായിട്ടും കിട്ടും. ബാറ്ററി ലൈഫും ഇതേ പറഞ്ഞ മാതിരി ടെസ്റ്റ് ചെയ്യാണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. എങ്കിലും നമ്മൾ ഫസ്റ്റ് ഇംപ്രഷൻസിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ബാറ്ററീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിനകത്ത് 33 വാട്ട് ചാർജിങ് സപ്പോർട്ടഡ് ആണ്. 22.5 വാട്ട് ചാർജിങ് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ചാർജിങ് നമുക്ക് എത്ര ടൈം എടുക്കും എന്നുള്ള ഡീറ്റെയിൽസ് അറിയില്ല, എങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് പറയുന്നതാണ്. ഇനി ഫൈനലി ഇതിൻ്റെ ക്യാമറയെ കുറിച്ച് പറയാം. ക്യാമറ അത്ര ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് അല്ല, എങ്കിൽ നമ്മൾ ക്യാമറയെ കുറിച്ച് പറയാം. ക്യാമറ UIയിൽ നമുക്ക് നൈറ്റ് മോഡ് ഇട്ടിട്ടുണ്ട്. ഇവിടെ മോഡൽ പോയി കഴിഞ്ഞാൽ AI ബോട്ടം വാക്ക്. വീഡിയോ റെക്കോർഡിങ്ങിൽ 1080p റെസൊല്യൂഷൻ സപ്പോർട്ടഡ് ആണ്. 1080p ഇൻഫാക്ട് 4K സപ്പോർട്ടഡ് ആണ്. കാരണം ഇത് സ്നാപ്ഡ്രാഗൺ 860 ആയതുകൊണ്ട് 4K 30 FPS സപ്പോർട്ടഡ് ആണ്. എങ്കിലും ഇതൊരു ക്യാമറ സെൻട്രിക് സ്മാർട്ട് ഫോൺ അല്ല. എന്നാലും നമ്മൾ കുറച്ചൊരു ക്യാമറ സാമ്പിൾസ് കാണാം. ഇതെല്ലാം Xiaomi Pad 5 എടുത്ത ക്യാമറ സാമ്പിൾസ് ആണ്. ഇതൊരു ബേസിക് എക്സ്പീരിയൻസിന് കുഴപ്പമില്ലാത്തൊരു ക്യാമറ സെറ്റപ്പാണ്. പ്രത്യേകിച്ച് വീഡിയോ കോൾസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനും നമുക്ക് അത്യാവശ്യം വേണ്ട ഒരു വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ എടുക്കാനും നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പൊതുവേ ടാബ്ലറ്റിലെ ക്യാമറാസിന് അത്ര മുൻതൂക്കം കൊടുക്കാറില്ല. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ എക്സ്പീരിയൻസും.
അപ്പോൾ ഇതായിരുന്നു ഷവമി പാഡ് 5ന്റെ അൺബോക്സിങ്ങും ഫസ്റ്റ് ഇംപ്രഷൻസ്. ഓവറോൾ എനിക്ക് തോന്നുന്നു നല്ലൊരു ടാബ്ലറ്റ് ആയിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ പ്രൈസിങ് നമുക്ക് അറിയില്ല അൺബോക്സ് ചെയ്യുന്ന സമയത്ത്. ഇതിൻ്റെ പ്രൈസിങ്ങിനെ കുറിച്ച് എനിക്കൊരു ഡീറ്റെയിൽസും ഇല്ല, എത്രയാവും എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല. എങ്കിലും നല്ലൊരു പ്രീമിയം എക്സ്പീരിയൻസ് ആണ് ഷവമി കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് കംപ്ലയിൻസ് ഒന്നും തന്നെ പറയാൻ എനിക്ക് ഫസ്റ്റ് ഇംപ്രഷൻസ് ഇല്ല. പ്രോബ്ലി ആൻഡ്രോയിഡ് 12 ഇല്ല എന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാം കൊണ്ടുവരുന്ന നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു സോളിഡ് ബിൽഡ് ക്വാളിറ്റിയും എക്സലൻറ്റ് ഡിസ്പ്ലേയും അതേപോലെ പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ മികച്ച എക്സ്പീരിയൻസ് ആണ് തരുന്നത്. സോഫ്റ്റ്വെയറും വളരെ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നല്ല ഒരു ടാബ്ലറ്റ് നോക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ അത് വളരെ ഒരു എക്സ്പെൻസീവ് ആയ ഒരു ടാബ്ലറ്റ് അല്ല, ഒരു മിഡ് റേഞ്ച് ടാബ്ലറ്റ് നോക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഷവമി പാഡ് 5 കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. ഡെഫിനറ്റ്ലി നമ്മൾ പ്രൈസിങ് നമുക്ക് അറിയില്ല, പ്രൈസ് അനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ കമൻറ്റ് സെക്ഷനിലോ അല്ലെങ്കിൽ ടൈറ്റിലോ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതായിരുന്നു ഷവമി പാഡ് 5 അൺബോക്സിംഗ് ആൻഡ് ഓൺ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ കൂടെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.